അസ്സലാമലൈക്കും. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ നാട്ടില് എൻ്റെ വഴിക്കടവ് എൻ്റെ വീട്ടില് ചുറ്റുപാടുള്ള ചെടികളാണ്. ഇപ്പൊ വീടിന്റെ പണി നടക്കണോണ്ട് നമ്മൾ കുറെ ചെടികള് ശ്രദ്ധിക്കുന്നില്ല, ഒഴിവാക്കുകയാണ്. ഇപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോണ്ട് കേട്ടോ. അതുപോലെ ഇലച്ചെടികളൊക്കെ ഉണ്ട്, എനിക്ക് വേണ്ട വച്ചിട്ടാണ്. ഇപ്പൊ വീടിന്റെ പണി നടക്കണോണ്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ ആർക്കും പറ്റണില്ല. അതങ്ങനെ ഇങ്ങനെയൊക്കെ കിടക്കാണ്, ലെവലാക്കിയിട്ടില്ല. അതുകൊണ്ട് മുറ്റൊക്കെ നേരാക്കിയിട്ട് വേണം ഇതൊക്കെ ഒന്ന് ശരിക്ക് കുഴിച്ചിടാൻ. ബാക്കിയും വേണമെങ്കിൽ ഒന്ന് പറയണം. അതുപോലത്തെ പല ചെടികൾ അവിടെ ഇവിടെ ഉണ്ട്. അതിന്റെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. അതേപോലെ നമ്മുടെ നാട്ടില് കുറച്ച് മരുന്ന് ചെടികളൊക്കെ ഇല്ലേ, പ്രകൃതി നമുക്ക് തരുന്ന ചില മരുന്ന് ചെടികളൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരുപാടുണ്ട്. നമ്മൾ ഒരു മലയോര പ്രദേശം ആയതുകൊണ്ട് പല സംഭവങ്ങൾ നമുക്ക് ഇവിടെ കാണിച്ചു തരാണ്ട്. അപ്പൊ എന്റെ വീഡിയോയിൽ ഇന്നത്തെ കുറച്ചൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ട് നിങ്ങൾക്കും കാണിച്ചു തരാം. ഇപ്പൊ എന്തിനൊക്കെയാണ് എനിക്കറിയണ, എന്റെ അറിവ് വെച്ചിട്ടുള്ള ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ എനിക്കും പറഞ്ഞു തരണം കമന്റിലിട്ടോ. അപ്പൊ ഇതാണ് ഈ ചെടികള്, ഇതൊക്കെ തന്നെ. ഈ ഇലച്ചെടികളുള്ള, പൂവ് ഉള്ള ചെടികൾ കുറവാണ്. നിങ്ങളടുത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇല്ല. പിന്നെ മുറ്റം ശരിയായിട്ട് മണ്ണിട്ട് ലെവലാക്കുന്നത് കൊണ്ട് ഇപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് പൂവുള്ള ചെടികളും എല്ലാ ചെടികളും കുറെ ഒഴിവായി, കുറെ നശിച്ചു പോയി. പിന്നെ ഇതുപോലത്തെ ചെടികള് ഉണ്ടെങ്കില് ആർക്കെങ്കിലും ആണെങ്കിലൊക്കെ നമുക്ക് അറിയണ്ട. എന്താണ് ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല, അതുകൊണ്ട് പേരൊന്നും പറഞ്ഞു തരാനുള്ളത് ഇതില്ല കേട്ടോ. നമുക്കറിയണ പേര് നിങ്ങളൊന്ന് പറഞ്ഞു. നമുക്കറിയണ നമ്മള് പറയും, ഇതാക്കത് അവിടെ ഇടും. ഇതൊക്കെ വേണ്ടവര് കമന്റിൽ അറിയിക്കുക. ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയെങ്കിലും എത്തിച്ചു തരാം. എന്താ വെച്ചാല് ഇത് വേണ്ട, ഒഴിവാക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇതൊക്കെ കണ്ടോ, ചെടീനെ പെട്ട തന്നെയാണ് തോന്നുന്നത്. ചേമ്പിന്റെ ഒക്കെ ഇലന്റെ പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. തെങ്ങിന്റെ ഒരു അങ്ങോട്ട് വലിച്ചെറിഞ്ഞപ്പോ അവിടെ ഉണ്ടായത്. അതിന്റെ ഇടയില് പുള്ളിയില്ല ഇല. അത് വിഷാണെന്നും പറയുന്നുണ്ട്, അറിയില്ല. വിഷാണെന്ന് പറഞ്ഞപ്പോ നമുക്കൊരു പേടിയുണ്ടത്. ഞാൻ എന്നാലും മക്കളോടും ചുറ്റുള്ളവരോടൊക്കെ പറയുന്നുണ്ട് അതൊന്നും കഴിക്കരുത് ട്ടോ. പശു ചത്തുന്നോ കടിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. പശു കടിച്ച് ചത്തുന്നൊക്കെ ഇവിടെയൊക്കെ കേട്ടറിവുണ്ട്. അതുകൊണ്ട് ഇതാരും കഴിക്കണ്ട, പറിക്കുമ്പോ അറിയാതെ പോലും പറിച്ചെടുത്തിട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ചെടിയിലിട്ടാൻ പറഞ്ഞ പുള്ളി ഇല്ല ഇലയൊന്നും പറഞ്ഞില്ല. ഇത് ചെടി തന്നെയാണ് ആയിരിക്കും അല്ലേ? ഇതല്ല, ഇതിന്റെ പുറത്തുനിന്ന് ഉണ്ടോ ആകെ നിറച്ചൊരു തിക്കിത്തിരക്കുണ്ടായിരിക്കും. എന്താ ഉയരം. ഇവയൊക്കെ വളർത്തുന്ന എന്താ വെച്ചാല് ആകെ കാടാവും, ഓവറായിട്ട് വളരുകയാണ്. വളം കൂടുതലാണോന്ന് അറിയില്ല, എന്താ ഇങ്ങനെയെന്നാവും. ശ്രദ്ധിക്കാതെ നിന്നിട്ട് ഇങ്ങനെ വളരുന്നു. വേണമെങ്കിൽ പറയാ, വേണ്ടെങ്കിൽ. ഇപ്പൊ എല്ലാരും ഇങ്ങനത്തെ ചെടികളോട് താല്പര്യം തോന്നുന്നുണ്ട്. പൂവുള്ള ചെടികളോട് ആർക്കും താല്പര്യം കാണുന്നില്ല. ഇപ്പൊ കൂടുതൽ ഇതുപോലൊക്കെ കാട്ടിലെ ഇലയൊക്കെ പറിച്ചൊക്കെ ചെടിയാക്കുകയാണ്. കാട്ടുചെടികളാണ് ഇപ്പൊ കൂടുതലും വീട്ടിൽ വളർത്തുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടാണ് വെച്ചാൽ ഇത്ര വലിയ ഇല ഒന്നും ഇഷ്ടമില്ല. എനിക്ക് ഇഷ്ടം ചെറിയ ചെറിയ ഇലകൾ. ഇതും വേണം ഈ ചെടിയിൽ ഉൾപ്പെടുത്താൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു ചെടി? പുള്ളിച്ചേമ്പ്, പല കളറ് പുള്ളിച്ചേമ്പ് ഉണ്ട് എന്ന് ഞാൻ കേട്ടു. ഞാൻ കണ്ട പുള്ളിച്ചേമ്പിന്റെ ഫോട്ടോ. അതൊന്നും വേണമെങ്കിൽ ചെടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെ? പുള്ളിച്ചേമ്പ് പ്ലെയിൻ കളറിലെ പുള്ളിച്ചേമ്പുണ്ട്, പുള്ളി പ്ലെയിൻ കളറിലെ ചേമ്പിന്റെ ഉണ്ട്. ഇത് ഇങ്ങനെ ഒരു ചേമ്പ്.
ഇതും വേണമെങ്കിൽ ഇനി നാട്ടിലേക്ക് എത്തും. ഈ ഒരു ചെടി ഇപ്പോ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണോന്ന് അറിയില്ല. ചില വീഡിയോകളിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഉം. ഇത് പറ്റിപ്പിടിച്ചുണ്ടാവണ സ്വന്തം മതിലുമ്മലൊക്കെ ഉണ്ടാവുമല്ലോ, മരത്തുമ്മലൊക്കെ പറ്റി പിടിച്ചുണ്ടാവണ ചെടി. ഇതന്നെയാണോ അതന്നെയാണോ ഇതെന്ന് അറിയില്ല. ഇതാണ് നമ്മള് മല്ലിച്ചപ്പായിട്ട് ഉപയോഗിക്കണത് കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുക, സാമ്പാർ ഉണ്ടാക്കുക, അതിനൊക്കെ ഉപയോഗിക്കുന്നത്. അതിന്റെ പേര് എനിക്കറിയില്ല. സാമ്പാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ പേരറിയണമെന്ന് പറഞ്ഞു തരണം കേട്ടോ. ഇതിന്റെ അടിയിൽ കൂടെ മുത്തള്. ഇത് നല്ല മരുന്നാണല്ലോ അല്ലേ? കുട്ടികൾക്ക് കൊടുക്കണം. നിങ്ങൾക്ക് എന്തൊക്കെയോ മരുന്നുണ്ട്. എനിക്ക് ബുദ്ധി ഛർദ്ദിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നല്ല മരുന്നാണ്. അതൊക്കെ അതിലിങ്ങനെ ഉണ്ടായിക്കും. അപ്പൊ ഇതും ഔഷധങ്ങൾ തന്നെയാണല്ലോ. ഇത് നമ്മള് നന്നാരിയാണ് ഞാനിപ്പോ പറിക്കുന്നത് കേട്ടോ. ഇതിന്റെ വേര് നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ എന്ത് രസമാണ്. ആ വെള്ളത്തിനൊരു പ്രത്യേക രുചിയാണ്. ഇതൊക്കെ നമ്മളെ പറമ്പിലൊക്കെ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഞാൻ തിളപ്പിക്കലുണ്ട്. പുറത്ത് പോയപ്പോ നന്നായിരുന്നു. ഞാൻ വാങ്ങി തിളപ്പിക്കലില്ല. ഇത് നല്ലോണം ഉണ്ട് കഴുകി ഇതിന്റെ ചളിയൊക്കെ ഒന്ന് കളഞ്ഞാല് വെള്ളത്തിലിട്ടതാണ്. ഇതാണ് മുറിക്കൂട്ടിന്റെ ഇല. ഇത് നമ്മൾ എന്തൊരു മുറി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇതെടുത്താണ് കഴിയും. അല്ലാതെ ഹോസ്പിറ്റലിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല. ഇപ്പൊ ഇതാണ്ട് പീഞ്ഞതിന്റെ ഒരു നീരുണ്ട്. ഈ നീരണ്ട് തേച്ചുണ്ടല്ലോ മക്കളെ, പെട്ടെന്ന് മുറി മാറി കിട്ടുട്ടോ. ഞാനെല്ലാം എന്റെ മക്കൾക്കൊക്കെ ഒരു ചെറിയ മുറിവായാലും അത് പോയി എടുത്ത് തേക്കും. ഇതെല്ലാം മരുന്നാട്ടോ. ഇതിന്റെ നല്ല മാറ്റമുണ്ട് പറഞ്ഞാൽ നല്ല മാറ്റം. നമ്മള് വിറ്റാഡി ഓയിൽമെന്റ് ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ അടുത്ത് കുറച്ച് കാന്താരികള് ഉണ്ട്. ഇതിന്റെ ഒട്ടത്തില് ഇപ്പൊ അതും കൂടി കാണിച്ചു പോയി. എന്തൊക്കെയാ കാണിച്ചു തരാൻ പറ്റതൊക്കെ ഞാൻ കാണിച്ചു. എന്റെ പരിസരത്തുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരും. ഇവിടെ കാന്താരി മുളകുണ്ട് തന്നെ. ഇതൊക്കെ കൊണ്ടുപോയി സുർക്കയിലിട്ടാണ്ടല്ലോ. സുർക്കയിലും ഉപ്പിലൊക്കെ ഇട്ടാ ഇതൊറ്റൊന്നും മതി കഞ്ഞി കുടിച്ചാൻ. രണ്ടോ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. എന്റെ വീട്ടിലെ വിശേഷങ്ങളാണ്. ഇപ്പൊ മുത്തളാണോ? ഇതാണ് കരിനെച്ചി. നമ്മൾ പുണ്ണിനൊക്കെ എല്ലാം മരുന്നാണ്. അതുകൊണ്ട് പല കാര്യത്തിനും മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എനിക്ക് അറിയണത് പുണ്ണിന് ഞാൻ ഇടക്ക് കഴിക്കാറുണ്ട്. ഭയങ്കര കഴിപ്പും ഒരു തരം ചമർപ്പൊക്കെയാണത്. പക്ഷെ എന്നാലും നല്ല മരുന്നാട്ടോ. നമ്മള് പള്ളിന്റെ ഉള്ളിലും തൊള്ളിന്റെ ഉള്ളിലൊക്കെ ഉണ്ട് പുണ്ണ് മാറും. നമ്മളെ കാട്ടിന്റെ തൊടു കൂടെ കയ്യിലൊക്കെ ഉണ്ടായ കുറച്ച് ചെടികളാണ്. ഇത് വലിച്ചെറിഞ്ഞിട്ടുണ്ടായതാണോ അതോ അങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടായി. ഇതിപ്പോ നിങ്ങൾക്ക് അറിയാലോ എന്താ.